ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനിയും ഒന്നിച്ച് പിതാവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തരുന്ന സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാട്ടിലായിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കടന്നു വരുവാനിടയായി തീർന്നു ഓർത്ത് നന്ദിയോടെ സ്തോത്രം. വി വെൽക്കം യു ഓൾ. കർത്താവ് നമുക്ക് തരുന്ന ഓരോ അവസരങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. I want to read a verse. Before I reading a verse, normally നമ്മൾ കാണുന്ന പലരോടും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം ജനറലി നമ്മൾ ചോദിക്കുന്ന പലരോട് ചോദിക്കുമ്പോൾ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം, കർത്താവെന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ പ്രാർത്ഥനയൊന്നും അങ്ങനെ എളുപ്പമൊന്നും കേൾക്കുന്നൊരു വ്യക്തിയല്ല. നമ്മൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കുഴഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സാജുബാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വലിയപ്പം തരത്തില്ലായിരുന്നു, ഞാൻ കൈ പിടിച്ച് തിരിച്ച് ഇങ്ങനെ മേടിച്ചതാ അല്ലേ, തരത്തില്ലായിരുന്നു. അപ്പം പലപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധം പലപ്പോഴും നമുക്ക് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് സോ ഡിഫിക്കൾട്ട്, ദ വാക്കിംഗ് വിത്ത് ഗോഡ് ഇസ് സോ ഡിഫിക്കൾട്ട്. അങ്ങനെയുള്ളൊരു ചിന്തയാണ് പലപ്പോഴും ചിലരുടെയൊക്കെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് കാണുന്നത്. നമ്മൾ ചിലരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, I'm tired praying and praying and praying and praying. God does not seems to be saying anything about it. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും പറയുന്നതായിട്ട്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒന്നും തരാത്ത ഒരു കർത്താവ് എന്നുള്ള നിലയിലുള്ള ഒരു പിക്ചറാണ് അവരുടെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ളത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു ഇവിടെ ആയിരിക്കുമ്പോൾ പിതാവിനെ കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ദൗത്യം കൂടി ആയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ ആയിരുന്നത്. കാരണം നമുക്ക് പിതാവിനെ അല്ലെങ്കിൽ ദൈവത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുകയില്ല. സോ വി ക്യാൻ ഈസിലി സീ ദ ലോർഡ് ജീസസ് ആൻഡ് സേ ദിസ് ഈസ് ഹൗ ദ ഫാദർ ഈസ്. ഇങ്ങനെയാണ് പിതാവ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു ഡൗട്ടുള്ളപ്പോൾ നമ്മൾ ആരിലേക്ക് നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആകും. ക്രിസ്തു യേശുവിലേക്ക് നോക്കിയാൽ കാര്യങ്ങൾ ക്ലിയർ ആകും. ഹൗ ജീസസ് വാസ് എന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം പിതാവ് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി നമുക്കുണ്ടാവും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം തൊട്ട് 11-ാമത്തെ വാക്യം വരെ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ലു കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. പ്രൈസ് ഗോഡ്. അപ്പം ഇത് കർത്താവായ യേശു ക്രിസ്തു പിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരിക. കർത്താവിനെ പിൻപറ്റുന്ന തൻ്റെ മക്കളോട് പിതാവ് എങ്ങനെയാണ്, സ്വർഗത്തിലെ പിതാവ് എങ്ങനെയാണ് എന്നുള്ളത് പരിചയപ്പെടുത്തി തരിക. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ. എന്നാൽ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താണോ, കീപ്പ് ഓൺ ആസ്കിങ് ആൻഡ് ദെൻ യു വിൽ ഗെറ്റ്. കീപ്പ് ഓൺ നോക്കിങ്, then only it will be opened. Keep on searching, then only you will get. അങ്ങനെയല്ലേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കർത്താവിനെക്കുറിച്ചുള്ള ഒരു ചിന്ത കൊട്ടിക്കൊണ്ടേയിരിക്കണം. കീപ്പ് ഓൺ നോക്കിങ്, കീപ്പ് ഓൺ നോക്കിങ്, കീപ്പ് ഓൺ സെർച്ചിങ്. എന്നാലേ ഈ തമ്പുരാൻ എന്തെങ്കിലും തരുത്തുള്ളൂ. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, വി ഹാവ് ടു ലുക്ക് അറ്റ് ജീസസ് ടു സീ ഹൗ ദ ഫാദർ ഇസ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ. വായിച്ചാൽ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സിൽ ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യും എന്നുള്ള രീതിയിലല്ല, ഡെഫിനിറ്റാണ്. എന്നിട്ട് പറയുകയാണ്, ഒരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിളാണ് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത്. നമ്മളെങ്ങനെയാണ്, നമ്മുടെ സ്വർഗത്തിലെ പിതാവ് എങ്ങനെയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ വേഴ്സ് 8, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ തുറക്കും എന്നാണ് പറയുന്നത്, അല്ലാതെ തുറക്കുമായിരിക്കും എന്നുള്ള രീതിയിലുള്ളൊരു വേവറിങ് അല്ല. ഇന്നിപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴും സഹോദരൻ ആ വാക്യം ഉദ്ധരിച്ചു, അവൻ്റെ വാക്കുകൾ ഉവ്വ് അല്ലെങ്കിൽ ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് കീപ്പ് ഓൺ വേവറിങ്.
ഇറ്റ് ഈസ് വെരി ക്ലിയർ. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു പക്ഷെങ്കിൽ നമ്മുടെ സറൗണ്ടിങ് എന്തും പറഞ്ഞോട്ടെ, സാഹചര്യങ്ങൾ എന്നും പറഞ്ഞോട്ടെ, പിശാചെന്നും പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ ദൈവവചനം സത്യമാണ്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യു ആസ്ക്, യു വിൽ ഗിവ്. യു നോക്ക്, ഇറ്റ് വിൽ ബി ഓപ്പൺ. ആൻഡ് എനിവൺ ഹു ആസ്ക്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം. കണ്ടീഷൻസ് ഒന്നും ഇല്ല. അവിടെ എന്താണ് കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്? ഹി ഹു സീക്സ് ഫൈൻഡ്സ്, ടു ഹിം ഹു നോക്സ് ഇറ്റ് വിൽ ബി ഓപ്പൺ. എവ്രി വൺ ഹു ആസ്ക് റിസീവ്സ്. എവ്രി വൺ. നമ്മൾ പലപ്പോഴും ചോദിക്കും, എന്താണ് അവർ ചോദിച്ചിട്ടും കിട്ടുന്നു, ഞാൻ ചോദിച്ചിട്ടും കിട്ടുന്നു. ഞാൻ ചോദിച്ചിട്ട് ചിലപ്പോൾ കിട്ടത്തില്ല, ആൾ വെളി ചോദിച്ചാൽ കിട്ടും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഇസ് എ കണ്ടീഷൻ? എവ്രി വൺ ഹു ആസ്ക്. സോ ദാറ്റ് ഇസ് ഗോഡ്സ് ഹാർട്ട്. എന്നിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്ന വാക്യം, വേഴ്സ് 9, 9-ാമത്തെ വാക്യം, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ലു കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? നമ്മൾ ആരെങ്കിലും കൊടുക്കുമോ? നമ്മുടെ അടുക്കൽ രാവിലെ വന്നിട്ട് കുഞ്ഞുവന്ന് ചോദിക്കുക, അമ്മ എനിക്ക് മീൻ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്, എന്നാൽ ശരി നീ ചോദിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു സർപ്പത്തെയോ കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും നമ്മൾ കൊടുക്കുകയില്ല. ആൻഡ് എക്സാക്ട്ലി വാട്ട് വി നീഡ്. അറ്റ്ലീസ്റ്റ് മീൻ ചോദിച്ചാൽ മീനത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ കൊടുക്കും, അല്ലേ? അറ്റ്ലീസ്റ്റ് സംതിങ് ഈക്വൽ ആൻഡ് വി വിൽ ഗിവ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇഫ് ദെൻ ബീങ് ഈവിൾ നോ ഹൗ ടു ഗിവ് ഗുഡ് ഗിഫ്റ്റ്സ് ടു യുവർ ചിൽഡ്രൻ, ഹൗ മച്ച് മോർ വിൽ യുവർ ഫാദർ who is in heaven give good things to those who ask him. അപ്പം എത്രയധികം. അപ്പം നമ്മളോട് പറയും, ദോഷികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും നമ്മുടെ മക്കൾക്ക് മീൻ ചോദിച്ചു കഴിഞ്ഞാൽ തേളിനെയോ പാമ്പിനെയോ ഒന്നും കൊടുക്കുകയില്ല. പക്ഷേ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുന്ന പേരൻസൊക്കെയാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ പിതാവിനെന്ന് പറയുമ്പോൾ ഹീ ഈസ് മച്ച് മോർ ബെറ്റർ ദാൻ ദി earthly parents we have. ഈ ലോകത്തിലുള്ള ഏതൊരു പേരൻസിനെക്കാട്ടിലും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവാണ് നമുക്കുള്ളത് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അതാണ് പറഞ്ഞത്, നമ്മളുടെ കർത്താവിനെക്കുറിച്ചുള്ള അറിവ് കേട്ടുകേഴ്വിയോ സാഹചര്യങ്ങളോ അരുത്, മറിച്ച് ദൈവവചനം എന്തു പറയുന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ തിരിച്ചറിവിൽ. പിശാച് നമ്മുടെ ബ്രദർ വാട്ട് യു ആർ സേയിങ്, ഐ ആം കീപ്പ് ഓൺ ആസ്കിങ് ഫോർ സോ മച്ച് ടൈം ആൻഡ് നത്തിങ് ഈസ് ഹാപ്പനിങ്. ബട്ട് നോ, ദിസ് ഇസ് വാട്ട് ഗോഡ്സ് വേർഡ് സേസ്. ഇതാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. ഡു യു വാണ്ട് ടു സേ ആമേൻ ടു ദാറ്റ്? Yes, if this is what God's word says, I want to take it that way. So if I go to my God and tell him, Lord, this is what it is, the Lord says, I'll do it, I'll do that, I'll take care of that. That is what exactly he says. 6-ാമത്തെ അധ്യായത്തിലെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ ഓരോ വാക്യങ്ങൾ എടുക്കാൻ നമുക്ക് നേരെയില്ല. പക്ഷേ അവിടെ എല്ലാം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ചൽപ്പനം ചെയ്യരുത്. എന്തിനാ? ബിഫോർ യു ആസ്ക്, ദ ലോർഡ് നോസ്, റൈറ്റ്? എങ്ങനെ പ്രാർത്ഥിക്കണം എന്നെല്ലാം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചില വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാം. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു എക്സാമ്പിൾ, കർത്താവ് യേശു ക്രിസ്തുവായിരുന്നു ബെസ്റ്റ് എക്സാമ്പിൾ. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാർ എന്ന് കർത്താവോട് ചോദിച്ചു, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ടീച്ച് us to pray. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ആയിരുന്ന യാക്കോബ് എന്നുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം. 12 ശിഷ്യന്മാരിൽ ഉൾപ്പെട്ട യാക്കോബ് അല്ല. ആ യാക്കോബ് കർത്താവിൻ്റെ ഹാഫ് ബ്രദറായിരുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ 1-ാം അധ്യായത്തിലോടൊന്ന് നടന്നു വരുമ്പോൾ ഈ യാക്കോബിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വളരെ കാര്യമായിട്ടൊന്നും അധികം ആൾക്കാർ പറഞ്ഞു കേൾക്കില്ല. പക്ഷേ ഹീ വാസ് വൺ ഓഫ് ദ കീ ഫിഗേഴ്സ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ച്. യെരുശലേം ചർച്ചിനെ ഒന്നിച്ചു നിൽക്കുകയും യെരുശലേമിൻ്റെ പെർസിക്യൂഷൻ്റെ മധ്യത്തിൽ സഭയെ ലീഡ് ചെയ്തിരുന്ന കർത്താവിൻ്റെ ഹാഫ് ബ്രദർ. കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഈ സഹോദരൻ പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് യു ആർ ദ സൺ ഓഫ് ഗോഡ്, ഐ കാനോട്ട് ബിലീവ്. പക്ഷേ കർത്താവ് മരിച്ചതിന് ശേഷം അദ്ദേഹം കർത്താവിൽ വിശ്വസിക്കുകയും പിന്നീട് പൂർണ്ണമായും തൻ്റെ ജീവൻ കർത്താവിന് വേണ്ടി കൊടുത്ത ഒരു വ്യക്തിയാണ് തൻ്റെ ഹാഫ് ബ്രദർ ആയിരിക്കുന്ന യാക്കോബും അതേപോലെ തന്നെ ജൂഡസും. അവർ രണ്ടുപേരുടെയും ലേഖനമാണ് ജെയിംസ്, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് വരുന്ന ജൂഡിൻ്റെ ലേഖനങ്ങളും. എന്നാൽ ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ യാക്കോബിൻ്റെ പ്രത്യേകത? ഞാൻ പറഞ്ഞല്ലോ, യെരുശലേം പട്ടണത്തിൽ ആ യഹൂദന്മാരുടെ പെർസിക്യൂഷൻ്റെ മധ്യത്തിൽ ദൈവസഭയെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി അദ്ദേഹമായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോയവരൊക്കെ സമയത്തും അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരിക്കുമ്പോൾ നമുക്കറിയാം, ദൈവസഭയെ അങ്ങനെ നിർത്തിയിരുന്ന ഈ സഹോദരൻ്റെ മരണം എങ്ങനെയായിരുന്നെന്ന് ഒരു പക്ഷെങ്കിൽ ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അദ്ദേഹത്തിനെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ യെരുശലേം ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയേച്ചിട്ട് പറഞ്ഞു, ഇതിൽ നിന്നും അവനെ തള്ളിയിടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യാക്കോബിനെ ഈ അഗ്രത്തിൽ കൊണ്ട് നിർത്തി അവിടെ നിന്ന് കർത്താവിനോട് ഇതേ ചോദ്യം നമ്മൾ ചോദിക്കാനായിട്ട് നമുക്ക് മത്തായിയുടെ നമുക്ക് വായിക്കുന്നുണ്ട്. ഈ യാക്കോബിനെ അവിടെ നിന്ന് തള്ളിയിട്ട് കഴിഞ്ഞപ്പോൾ അവർ കളിയാക്കിയതിന് ദൂതന്മാരാൽ കാവൽ ചെയ്യണമല്ലോ. പക്ഷേ യാക്കോബ് മരിക്കുന്നില്ല. യാക്കോബിൻ്റെ ശരീരമെല്ലാം എല്ലുകളൊക്കെ ഉടഞ്ഞു, പക്ഷേ യാക്കോബ് മരിച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷം മരിക്കാതിരുന്ന യാക്കോബിനെ കൊല്ലുവാൻ വേണ്ടി അവർ കല്ലെറിഞ്ഞിട്ടും യാക്കോബ് മരിച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരാൾ അദ്ദേഹത്തിൻ്റെ തലയോട്ടി തല്ലി പൊട്ടിച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഇവരോട് ക്ഷമിക്കണേ. വി റീഡ് ദ സെയിം പാർട്ട് ഇൻ സ്റ്റീഫൻ. അതേപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ വ്യക്തിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയി ശിഷ്യന്മാർ അടക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ക്ലീൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മുട്ട് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ക്യാമൽസിൻ്റെ ഹൂഫ് പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ക്യാമലിൻ്റെയൊക്കെ മുട്ട് നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇങ്ങനെ തടിച്ച് ഇരിക്കുന്നത്. കണ്ടിന്യൂസായി നിരന്തരമായി ദൈവസന്നിധിയിൽ യഹൂദന്മാർക്ക് വേണ്ടി ഇടിവിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. കർത്താവെ ഇവർ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒടുവിൽ വരെയും കഴിഞ്ഞത് യാക്കോബാണ്. ആ യാക്കോബ് പറയുന്ന ചില പ്രാർത്ഥനയെക്കുറിച്ചുള്ള വാക്കുകൾ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കർത്താവെ ഈ പറയുന്നത് പോലെ നമ്മൾ പറയുന്ന ചുറ്റുപാടുമുള്ള വിഷയങ്ങൾ പോലും അല്ലല്ലോ എന്നുള്ള കാര്യം തിരിച്ചറിവ് നമുക്കുണ്ടാകും. വായിക്കാം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യം 5-6 വാക്യങ്ങൾ. ഈ ഈസ് ടോക്കിംഗ് അബൌട്ട് ട്രയൽസ് എന്ന് പറഞ്ഞാൽ, ട്രയൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ് യാക്കോബ് ആയിരിക്കുന്നത് യെരുശലേമിലാണ്. അവിടെ ട്രയൽസ് എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ പെർസിക്യൂഷനാണ്. ആ പെർസിക്യൂഷൻ്റെ മധ്യത്തിൽ നിങ്ങൾ തകർന്നു പോകരുത് എന്ന് ഉത്സാഹിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കാർക്കെങ്കിലും 5-ാമത്തെ വാക്യം വേഴ്സ് 5, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കൂ എന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പ്രൈമറിലി പറയുന്നത്, ഇഫ് എനി ഓഫ് യു ലാക്സ് വിസ്ഡം, ആർക്കെങ്കിലും ജ്ഞാനം ഇല്ലെങ്കിൽ, ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ബേസിക്കലി ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട്, ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പലരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, ഇത് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിനുള്ള ജ്ഞാനം of course the Lord gives us all ദൈവം തരും, but that is not exactly what it is talking about. ഒരു സബ്ജക്റ്റ് നോളജ് അല്ല ഉള്ള വേർഡ് അല്ല ഇവിടെ പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് വിസ്ഡം. കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാൻ വയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പറയുന്നു, ഇഫ് എനി ഓഫ് യു ലാക്സ് വിസ്ഡം വാട്ട് യു മസ്റ്റ് ഡു ലെറ്റ് ഹിം ആസ്ക് ഓഫ് ഗോഡ്. ദൈവത്തോട് ചോദിക്കുക എന്നത്. അപ്പോൾ പ്രൈമറിലി ഹി ഈസ് സേയിങ് ദാറ്റ് യു നീഡ് സംതിങ് യു ആസ്ക് ഓഫ് ഗോഡ്. നമുക്കറിയാം സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ അപ്പം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ആവശ്യമുണ്ട്. നമുക്ക് ഓപ്പണായിട്ട് എന്ന് നമ്മുടെ പിതാവിനോട് ചോദിക്കാം, കർത്താവേ എനിക്ക് അപ്പം വേണം, എനിക്ക് ജോലി വേണം, എനിക്ക് എൻ്റെ വിവാഹം നടക്കണം, അല്ലെങ്കിൽ എനിക്ക് സൗഖ്യം വേണം, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ബേസിക് നീഡ്സ് ആയിക്കൊള്ളട്ടെ, എന്ത് നീഡ്സും കൊണ്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇതൊന്നും കൊണ്ടുവരല്ല, നീ ആത്മീയമായിട്ടുള്ള കാര്യം കൊണ്ട് മാത്രമേ വരാവൂ എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. വി ക്യാൻ ടേക്ക് ഓൾ അവർ റിക്വസ്റ്റ് ടു ദാറ്റ്. അങ്ങനെയാകുമ്പോൾ പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു ലാക്ക് വിസ്ഡം യു മസ്റ്റ് ആസ്ക്. പക്ഷേ ചോദിക്കുമ്പോൾ ഒരു കണ്ടീഷനുണ്ട്. എന്താണ് കണ്ടീഷൻ? വാക്യം വായിച്ച്, എന്താണ് കണ്ടീഷൻ? എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് വേണം ചോദിക്കാൻ. ദാറ്റ് മീൻസ് നമ്മളത് നമ്മുടെ അപ്പൻ്റെ അടുക്ക് ചെന്നിട്ട് രാവിലെ ചെന്നിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം, തരുമോ? തരുമായിരിക്കും, തരുത്തില്ലായിരിക്കും. അല്ലെ അമ്മയുടെ അടുക്ക് ചെന്ന് ചോദിക്കുക, എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തരുത്തില്ലായിരിക്കും. അങ്ങനെയാണോ നമ്മൾ ചെന്ന് ചോദിക്കുന്നത്? അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചേ, അല്ലെങ്കിൽ അപ്പ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചേ എന്ന് പറഞ്ഞേച്ച് നമ്മളങ്ങ് മൂവ് ചെയ്യല്ലേ? നമ്മളങ്ങ് ചെല്ലുമ്പോഴത്തേക്കും
സംഭവം റെഡി അല്ലേ? ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്, ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. അതുപോലെ ഇദ്ദേഹം നമ്മളെ കർത്താവിനെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളോട് പറയുകയാണ്, ഹാവ് ട്രസ്റ്റ് ഇൻ ദ ലോഡ്. ഹാവ് ട്രസ്റ്റ് ഇൻ ദ ലോഡ്. നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിന് തരത്തില്ലായിരിക്കും, അങ്ങനെ ഒരു നിലയിലല്ല. whatever you ask the Lord will give you. ഞാൻ ആദ്യം വായിച്ച വാക്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. നീ വിസ്ഡം കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ തരും. പക്ഷേ അവിടെ നമുക്ക് ഹൃദയത്തിൽ കർത്താവിൽ വിശ്വാസം ഉണ്ടാകേണ്ട കാര്യമുണ്ട്. നമുക്കറിയാം വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നമുക്ക് എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ പറയാണ്, ഈ പോകുന്ന ഈ വണ്ടി നല്ലതാണ് എന്ന് പറയുമ്പോൾ, നല്ലതാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ 1-2 പേരൊക്കെ റിവ്യൂ നോക്കി വെച്ച് പറയും. എന്ത് പറയും? ഇപ്പം നമുക്ക് അങ്ങനെയാണല്ലോ, പണ്ടത്തെ കാലത്തെ പോലെ ഇപ്പം എങ്ങനെയാണ്, റിവ്യൂ കൊള്ളാം കേട്ടോ, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, when you listen to the words of the other believers who walked with the Lord, നിങ്ങൾക്ക് മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി ഈ കർത്താവിലുള്ള വിശ്വാസം വർദ്ധിക്കുവാനിടയായിത്തീരും. So that is the reason we always encourage you to say testimonies. എന്തിനു വേണ്ടിയാണ്? നമ്മൾ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്കും ബോധ്യം വരും, യെസ് ദിസ് ലോർഡ് വർക്ക്സ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് കാര്യങ്ങൾ പറയാം. See, if you look at the ratios, one day these people all will go to some other countries. പക്ഷേ നമുക്കറിയാം ആ രാജ്യങ്ങളിൽ ആദ്യത്തെ തലമുറ സേവിക്കുന്ന ദൈവത്തെ അല്ല ഇപ്പോൾ അവർ സേവിക്കുന്നത്. If they don't look at the value of the church today, after few years they will say going to the church is time pass. It's boring. You need to be afraid about this. We need to sow now in their hearts. നമ്മുടെ ഹൃദയങ്ങളിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സത്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് ഗോഡ്. ഈ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ ഇതൊരു കെട്ടുകഥയാണോ ഓർ ഇസ് ഇറ്റ് റിയാലിറ്റി? ഈ ദൈവം സംസാരിക്കുന്ന ദൈവമാണോ? ഈ കർത്താവിൻ്റെ കൂടെ നടന്നൊരു പ്രയോജനമുണ്ടോ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും പ്രൈമറിലി ഉണ്ടാവണം, നമ്മുടെ തലമുറകൾക്ക് അത് ഉണ്ടാവണം. യെസ് ദിസ് ഗോഡ് വർക്ക്സ്. പ്രിയ സഹോദരങ്ങളെ, ഐ ക്യാൻ ടെൽ യു മൈ ഗോഡ് ഈസ് ആൻസറിങ്, talking and all these things throughout the day, once in a while speaking. അങ്ങനെയല്ല. So it's a living God. ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പിൻപറ്റി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു, സംശയിക്കാതെ ദൈവസന്നിധിയിൽ ചെന്ന് ചോദിക്കണമെന്ന് പറയും. അപ്പോൾ സഹോദരങ്ങളെ, എന്ത് കാര്യമുണ്ടെങ്കിലും, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, എന്ത് കാര്യമുണ്ടെങ്കിലും ടേക്ക് ഇറ്റ് ടു ദ ലോർഡ്. Why are we having so much trouble? Because many things we don't carry it to the Lord. We take it everything on our head. We say, Lord, I am able to handle it. Take it to the Lord. ദൈവസന്നിധിയിൽ കൊണ്ടുചെന്ന് ഓരോ കാര്യങ്ങളും, എന്ത് കാര്യമായിക്കൊള്ളട്ടെ, ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് പറയാം. ആൻഡ് ദ ലോർഡ് വിൽ ഹെൽപ്പ് യു. ആൻഡ് ദൈവത്തിൻ്റെ ആലോചന കേൾക്കാനായിട്ട് കഴിയും, ദൈവം നമ്മളെ നടത്തുവാനായിട്ട് കഴിയും, ഒക്കെ ദൈവം നമ്മളെ സഹായിക്കുവാനായിട്ട് കഴിയും. Excuse me. So, we need to understand. അവിടെ കയറിയിരുന്നേ. So, you need to understand, bring it. Yeah. Okay. So now you need to understand the second part of it is chapter 4, 4-ാമത്തെ അധ്യായം. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാകുന്നു, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ ഉണ്ടാകുന്നു, നിങ്ങളുടെ ഇടയിൽ കവച്ചസ്നെസ് ഉണ്ടാകുന്നു, ഇതൊക്കെ ഉണ്ടാകുന്നു. എന്താണ് കാരണം? അദ്ദേഹം പറയാണ്, ഒരാൾക്ക് ഏറ്റക്കുറച്ചിൽ, എനിക്കതുണ്ട്, എനിക്കിതില്ല. അത് കാണുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സി ദ ചർച്ച് ഹസ് ഓൾറെഡി ഗോൺ ബിയോണ്ട് സം ഇയേഴ്സ് നൗ. ഓൾറെഡി ചർച്ച് അവിടെ എക്സിസ്റ്റൻസ് ആയിട്ട് കുറേ കാലമായി. ആ ഇനീഷ്യൽ അപ്പോസ്റ്റലിക് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യത്തിലോട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഉണ്ടായിരിക്കും പലരുടെയും മനസ്സിൽ ഏറ്റക്കുറച്ചിലുകൾ കാണുന്നു, ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചോദ്യം, 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, വേഗം വായിച്ചാൽ 4:3 verse 2 onwards, 2-ാമത്തെ വാക്യം. നിങ്ങൾ മോഹിച്ചിട്ട് പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ട് യാചിക്കുക കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. Now what is happening is, it says, first part he says you must ask. നമ്മൾ ചോദിക്കണമെന്ന് പറയും.
രണ്ടാമതായി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളിങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ കമ്പയർ ചെയ്യും, അവനുണ്ട് എനിക്കില്ല, എനിക്ക് തന്നില്ല. വളരെ അത് ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴാണല്ലോ പലപ്പോഴും. രണ്ടുപേർക്കും ആപ്പിൾ ഉണ്ടെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം. ഒരാൾക്ക് ആപ്പിൾ ഓറഞ്ചും ഉണ്ടെങ്കിലാണ് പ്രശ്നം. രണ്ടുപേർക്കും ആപ്പിൾ മാത്രമേ ഉള്ളെങ്കിൽ പ്രശ്നമില്ല. സോ കമ്പയർ ചെയ്യുമ്പോഴാണ് ദൈവസഭയിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. എൻ്റെ മോൾക്ക് ഇത്രയേ ഉള്ളൂ, എൻ്റെ മോളുടെ മാർക്ക് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ മോൻ ഇത്രയുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പലപ്പോഴും കമ്പാരിസൺസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമാണ്, യു ആസ്ക്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്കില്ലാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചോദിക്കുന്നില്ല. യു ആർ നോട്ട് ഗോയിങ് ടു ദി ലോർഡ്സ് പ്രസൻസ്, യു ഗോയിങ് ടു ആസ്ക്. പക്ഷേ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നമ്മളെ ക്യാൻ യു റീഡ് ദാറ്റ് വേഴ്സ് 4:3. യെസ്, യു ആസ്ക് ആൻഡ് യു ഡോണ്ട് റിസീവ്. നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. That's where many times are. Then automatically starts. I heard, I've been in this same job for quite some time. I've heard many times, when something don't happen, they will immediately blame the pastor who's there. പാസ്റ്റർ പ്രാർത്ഥിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇടയൻ പ്രാർത്ഥിക്കാത്തതുകൊണ്ട്, ആ ചർച്ച് കുഴപ്പമില്ല, ശരിയല്ല, അതുകൊണ്ടാണ് എൻ്റെ കാര്യം നടക്കാത്തത്. പിന്നെ നമ്മുടെ ചിന്ത എന്നാണെന്നറിയോ? നമ്മൾ വേറെ അടുത്ത ഈ കാര്യം നടക്കാനുള്ള അവിടെയൊക്കെയുള്ള നോട്ടമാണ്. എവിടെ I'll tell you, it may be better you would have gone back to the old times where നേർച്ചയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലെവലിലോട്ട് പോകുന്നതായിരിക്കും അതിനെക്കാട്ടി എളുപ്പം. Isn't it? ഇവിടെ എന്തായിരിക്കുന്നു? യു ആസ്ക് ആൻഡ് യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്, ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ബ്ലേമിങ് ഓൾ ദി അതേഴ്സ്. ബട്ട് വാട്ട് ദിസ് പേഴ്സൺ ജെയിംസ് ഇസ് സെയിങ്, യു ആർ നോട്ട് ഗെറ്റിംഗ് നോട്ട് ബിക്കോസ് ഓഫ് എനിബഡി എൽസ്, ബിക്കോസ് യു ആസ്ക് എമിസ്. You did not receive because you ask amiss, that you may spend it on your own pleasures. വായിച്ചടാ വാക്യം ഒന്നുകൂടെ വായിച്ചു. മൂന്നാമത്തെ വാക്യം. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. Praise God. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവഴിക്കേണ്ടതിന് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. So that's where you have to ask, Lord, God told me to ask. ചില കാര്യങ്ങൾ ചോദിക്കണം. ഞാൻ ചോദിക്കണം, കർത്താവേ എന്താണ് ഞാൻ ചോദിക്കേണ്ടത്? ഈ ചോദിക്കുന്നത് കർത്താവേ എൻ്റെ പേഴ്സണലായിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയാണോ? ഇസ് ഇറ്റ് ഓൺ മൈ പ്ലഷർ? റൈറ്റ്? ഇസ് ഇറ്റ് ഫോർ ദാറ്റ്? തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. വ്യഭിചാരൻ, വായിച്ചാൽ അടുത്ത വാക്യം വേഴ്സ് 4. വ്യഭിചാരികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. എൻ്റെ ലോകസ്നേഹത്തിൽ നിന്നാണോ ഞാൻ ഈ കാര്യം ചോദിക്കുന്നത്? അതോ എൻ്റെ ആവശ്യങ്ങളിൽ നിന്നാണോ ഞാൻ ഈ കാര്യം ചോദിക്കുന്നത്? കർത്താവ് തരാത്തതിൻ്റെ കാര്യം എന്താണെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇതാണ്, പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ലഭിക്കാത്തത് നമ്മളുടെ നെസസിറ്റി അല്ല, അതൊക്കെ നമ്മുടെ ഭോഗങ്ങളിൽ ചെലവഴിക്കുവാൻ ഉള്ളതാണ് എന്നുള്ളത് പറയുന്നു. ബട്ട് വി ക്യാൻ സേ സ്റ്റിൽ ദെർ ആർ ലോട്ട് ഓഫ് തിങ്സ്. പിന്നെയും ചില കാര്യങ്ങളില്ലേ എന്ന് പറയുന്നു. അപ്പം അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ 5-ാം അധ്യായത്തിൽ വേഴ്സ് 13, 5:13. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. Now here it is the first part. It says, if anyone among you is suffering, നിങ്ങളുടെ മധ്യത്തിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, what you must do? You must pray. Take it to the Lord and the Lord will help. Praise God. Dear brothers and sisters, this is what I believe. നമ്മളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. യു വാക്ക് ഇൻ ദ സെയിം പേസ് ആസ് ദ ലോർഡ്. കർത്താവിൻ്റെ ആ സെയിം സ്പീഡിൽ തന്നെ നടക്കുക. കർത്താവ് നമ്മളെ ധാരാളമായി നമ്മളെ സഹായിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ, അവിടെ പറഞ്ഞിരിക്കുന്നത് യു ടേക്ക്. ഈ ഞാൻ സംസാരിക്കുന്നത് പോലെ അല്ല അദ്ദേഹം എഴുതുന്നത്. ഹി ഹാസ് ഗോൺ ത്രൂ ഇറ്റ് ആൻഡ് ഹി ഗേവ് ഹിസ് ലൈഫ് ഫോർ ഇറ്റ്. എന്നിട്ടാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. ആ ഒരു ലെവലിൽ നിന്നാണ് അദ്ദേഹം എഴുതുന്നത്. നിങ്ങൾ കഷ്ടപ്പെടുന്നത്, കഷ്ടം നിങ്ങളുടെ മധ്യയിൽ ഉണ്ടാകുകയില്ല എന്നില്ല. എല്ലാ കഷ്ടം വരുമ്പോഴേക്കും ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും നാളെ രാവിലെ അത് മാറും. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം റോമാ രാജ്യത്തിൻ്റെ അധിപത്യത്തിലായിരുന്നു. അവരെ സംബന്ധിച്ചുള്ള എല്ലാ സമയത്തും ത്രട്ടിലായിരുന്നു. ദേ ഫേസ്ഡ് ട്രയൽസ്, ദേ ഫേസ്ഡ് ഓൾ സോർട്ട് ഓഫ് സിറ്റുവേഷൻസ്. അതിൻ്റെ മധ്യത്തിലും അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങളിൽ കഷ്ടപ്പെടുന്നവൻ
പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ഗോഡ്. സോ അറ്റ് ദ ടൈം വെൻ വി ഗോ ത്രൂ the sufferings in our life, we need to continue to pray. പക്ഷേ അതിൽ നിന്നും ഉത്തരം തരേണ്ടത് ദൈവം, God's answer is immediate. God's answer is immediate. But if he is holding on, there is some reason or the other. And it is always will be for our good. നല്ല ദാനങ്ങളെ തരുവാൻ സ്വർഗത്തിലെ ദൈവം എത്രയധികം. അപ്പോൾ നമ്മൾക്ക് പക്ഷേ പലപ്പോഴും നമ്മൾ പറയും, കർത്താവ് ഇത് എനിക്ക് ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ വേണം. അത് നന്മയാണോ തിന്മയാണോ എന്നുള്ള തിരിച്ചറിവ് ചെയ്യാനുള്ളത് പോലും നമുക്ക് ബോധ്യമല്ല. നമുക്കറിയാം, നമ്മുടെ പിള്ളേർ ചിലപ്പോൾ പറയും, എനിക്ക് ഇത് തന്നെ വേണം, ഇത് തന്നെ വേണം കുഞ്ഞ്, അത് നിനക്ക് കൊള്ളത്തില്ല, പറ്റത്തില്ല, സമ്മതിക്കത്തില്ല, ഇത് തന്നെ വേണം. അവിടെ കടയിൽ കിടന്നങ്ങ് നിലത്ത് കിടന്നങ്ങ് ഉരുളും. എന്നിട്ടും ചിലപ്പോൾ പിന്നെ അവസാനം പറയാം കൊണ്ടുപോകും പറഞ്ഞ് എടുത്തങ്ങ് കൊടുക്കും, അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ അതെല്ലാം കയറി ചിലപ്പം വീഴുവോ എന്തെങ്കിലും ശ്രദ്ധിച്ച് കഴിയുമ്പോൾ സമാധാനമാവും. ചിലപ്പോൾ ഇതെല്ലാം ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞ്. പക്ഷേ ആ സമയത്ത് നമുക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇൻ എനിവൺ എമംഗ് യു സഫറിങ് ലെറ്റ് ഹിം പ്രേ. പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ, കഷ്ടപ്പാട് നമ്മുടെ ജീവിതത്തിൽ, എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് ദൈവം അനുവദിക്കുന്നത്? എന്തിനാ കർത്താവ് കഷ്ടപ്പാട് അനുവദിക്കുന്നത്? 1-ാം അധ്യായത്തിന്, യാക്കോബിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, 2-3 വാക്യങ്ങൾ. നമ്മൾ can you read that verse 2 and 3? Chapter 1 verse 2 and 3. My brethren, count it all joy when you fall into various trials, knowing that the testing of your faith produces patience. The testing of your faith produces patience. And അടുത്ത വാക്യം, let patience have its perfect work, that you may be perfect and complete, lacking nothing. അപ്പം ദൈവം എന്നെ ആ സാഹചര്യത്തിൽ കൂടി കടത്തിവിടുന്നതിൻ്റെ കാരണം, ബിക്കോസ് ദൈവം എന്നെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സാഹചര്യമാണ്. പലപ്പോഴും നമ്മൾ പറയും, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല എന്ന് പറയും, നമ്മൾ നടന്നു നിൽക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു ഹാവ് ടു ഗോ ത്രൂ സഫറിങ് അക്കോർഡിംഗ് ടു ഗോഡ്സ് വിൽ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഉള്ള ഒരു കഷ്ടപ്പാടിൽ കൂടെ എന്നെ കടത്തിവിടുന്നുവെങ്കിൽ ദൈവം, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതാണ്, എന്നെ മോൾഡ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുക്കാനായിട്ടാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള കഷ്ടം. പ്രൈസ് ദ ലോർഡ്. പിന്നെ അടുത്ത വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, വേഴ്സ് 5:14 പറയുന്നത് ഇങ്ങനെയാണ്, ഇഫ് എനിവൺ എമംഗ് യു സിക്ക്. 5:14 വായിച്ചേ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. പ്രൈസ് ഗോഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യം, ദൈവസഭയും ഇടയന്മാരും തമ്മിലുള്ള ബന്ധം. സി യുവർ ഗോഡ് ഈസ് ഓൾവേസ് ഡൂയിങ് ത്രൂ ദ ചേർച്ച്. ദൈവസഭയ്ക്ക് അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, 2-3 പേര്. അതുകൊണ്ടാണ് ദൈവസഭയിൽ വരുമ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ചർച്ചിലോട്ട് വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം, ബിക്കോസ് ഗോഡ്സ് പ്രസൻസ്. നിങ്ങൾക്കറിയാം, വെളിപ്പാട് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ദൈവസഭയുടെ മധ്യത്തിൽ ഉലാവുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഫിസിക്കൽ പ്രസൻസ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് 2-3 പേര് ഐക്യമത്യപ്പെട്ട് കടന്നു വരുന്നതിൻ്റെ മധ്യത്തിൽ കർത്താവ് അവിടെ വരും. കർത്താവിൻ്റെ സാന്നിധ്യമുള്ളിടത്താണ് നമ്മളായിരിക്കും എന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും നമ്മുടെ മധ്യയിലുണ്ടാകണം. റൈറ്റ്? അങ്ങനെ ആയിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലൂടെ നമ്മൾ കടന്നു വരാൻ കഴിയാതെ വീട്ടിൽ രോഗത്തിലായിരിക്കുന്ന ഒരാളായിരിക്കട്ടെ, ആ ആളിൻ്റെ അടുക്കിലോട്ട് നമുക്ക് ദൈവസഭയായിട്ട് ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം പറയുക. നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അവർ എൽഡേഴ്സിനെ വിളിപ്പിക്കട്ടെ, അദ്ദേഹം വന്നിട്ട് അവർക്ക് വേണ്ടി അവർ വന്ന് എണ്ണപൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് ദൈവവചനം പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദ പ്രെയർ ഓഫ് ഫെയ്ത്ത് വിൽ ആൻഡ് ഡെഫിനറ്റ്ലി പ്രാർത്ഥിക്കുന്ന ആൾക്കും ഈ പറയുന്ന ആൾക്കും വിശ്വാസം അതുപോലെ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ പ്രെയർ ഓഫ് ഫെയ്ത്ത് വിൽ സേവ് ദ സിക്ക്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ദ ലോർഡ് വിൽ റേസ് ഹിം അപ്പ് ആൻഡ് ഇഫ് ഹി ഹാസ് കമ്മിറ്റഡ് സിൻസ് ഹി വിൽ ബി ഫൊർഗിവൻ. പാപത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ അതിൻ്റെ എടുക്കുന്നത്. പലപ്പോഴും നമുക്ക് എല്ലാ രോഗത്തിൻ്റെയും പുറകിൽ പാപമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എന്നാൽ ചില രോഗങ്ങളുടെ പുറകിലുള്ളത് പാപമാണ്. സോ അത് നമ്മൾ തന്നെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമോ രോഗമോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ലെറ്റ് നോട്ട് സംബഡി എൽസ് ജഡ്ജ്, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പാപം കൊണ്ടായിരിക്കും. നോ, ദാറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. നമ്മൾ വേറൊരാളെ വിധിക്കാനായിട്ട് നമ്മൾ ആരുമല്ല. അത് ഇന്നതുകൊണ്ടാണെന്ന് പറയാനായിട്ട് നമുക്ക് ആർക്കും
കഴിയത്തുമില്ല. കാരണം കർത്താവ് ആർക്കും ആ നിലയിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന പ്രവാചകന്മാർക്ക് മാത്രമേ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ വളരെ വളരെ റെയറായിട്ടാണ് ദൈവം ആ കാര്യങ്ങൾ ചെയ്തത്. നമുക്കറിയാം, ദാവീദിനോട് സംസാരിച്ച കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നാഥാൻ പ്രവാചകനും കൂടെ സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സോ അങ്ങനെ പാപങ്ങളെ എക്സ്പോസ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇല്ലാത്ത പക്ഷം ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഏറ്റുപറയാനും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നിരപ്പ് പ്രാപിക്കാനുമായിട്ടൊക്കെ ദൈവം രോഗങ്ങളെ കൊണ്ട് അവസരം എന്നെ കഷ്ടത്തിലാക്കിയത് എനിക്ക് ഗുണമായി എന്ന് പറയാം. ചില സമയത്തൊക്കെ ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ വി ആർ ക്വൈറ്റ് ഗുഡ്, വി ആർ ഹെൽത്തി, വി ഡോണ്ട് നീഡ് എനിത്തിങ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇഫ് ഹി ഹാസ് കമ്മിറ്റഡ് സിൻസ് ഹി വിൽ ബി ഫോർഗിവൻ. ആ കാര്യം ചിലരുടെ കേസിലൊക്കെ അവർ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ വളരെ അകന്നു നിൽക്കുന്ന പല വ്യക്തി ജീവിതങ്ങളും കാണും. ഡിയർ ബ്രദേഴ്സ്, ഇറ്റ് വിൽ നോട്ട് ബി ഗുഡ്. അത് പറയുമ്പോൾ പലപ്പോഴും പറയും, യു പീപ്പിൾ ആർ ടോക്കിംഗ് നെഗറ്റീവ്. ഇറ്റ് മേ ബി, ബട്ട് ദീസ് ആർ റിയലി ക്യാൻ കോസ് ഇഷ്യൂസ് ഇൻ യുവർ ലൈഫ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ദ ലോർഡ് ഇഫ് ഹി ഹാസ് കമ്മിറ്റഡ് സിൻസ് ഹി വിൽ ബി ഫോർഗിവൻ. And then we says, verse 16, 16ാമത്തെ വാക്യം, confess your sins one another. Yeah. വായിച്ചാട്ടെ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, അതാണ് പറഞ്ഞത്, രോഗവും ഈ പാപവും തമ്മിലുള്ള വിഷയങ്ങൾ, ചില പാപങ്ങളുടെ മധ്യത്തിൽ കാര്യങ്ങൾ ഉത്തരം കിട്ടാത്ത നിലയിൽ പോകുന്നതിൻ്റെ വിഷയങ്ങൾ പറയുന്നുണ്ട്. യെശയ്യാവ് 59 അധ്യായത്തിൻ്റെ വേഴ്സ് 1-3, യെശയ്യാവ് 59 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. രക്ഷിക്കുവാൻ കഴിയാത്ത വിധം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാത്ത വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അടുത്ത വാക്യം, നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു, നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. അപ്പോൾ ഇവിടെ കാണുന്നത് പറയുകയാണ്, എന്തുകൊണ്ടാണ് ദൈവം പ്രാർത്ഥന കേൾക്കാത്തത്? ചില വിഷയങ്ങളൊക്കെ നമ്മൾ പറയും, എല്ലായിടത്തും നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മൾ സിമ്പതി അർഹിക്കുന്നില്ല. ഓൺലി വി കനോട്ട് ജഡ്ജ് അതേഴ്സ്. നമുക്ക് വേറെ ആരെയും നമുക്ക് വിധിക്കാനായിട്ട് കഴിയില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ അവനോൻ സ്വന്തമായി വിധിക്കേണ്ട ആവശ്യമുണ്ട്. അവനോൻ സ്വന്തമായി ദൈവസന്നിധി ചെല്ലേണ്ട ആവശ്യമുണ്ട്. അവിടെ ചെന്ന് കർത്താവേ, ഞാൻ ഈ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഹിതമല്ല എന്നുള്ളൊരു കാര്യമാണെങ്കിൽ അത് വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് പറയും, നീ ആദ്യം പോയി ഈ കാര്യം റെഡിയാക്കിയിട്ട് വാ. ആദ്യം നീ, അവിടെ പറഞ്ഞിരിക്കുന്നു, വിത്ത് യുവർ ഹാൻഡ് യു ആർ ഡിഫൈൽഡ് വിത്ത് ബ്ലഡ് ആൻഡ് യുവർ ഫിംഗേഴ്സ് വിത്ത് ഇനിക്വിറ്റി ആൻഡ് യുവർ ലിപ്സ് ഹാവ് സ്പോക്കൻ ലൈസ് ആൻഡ് യുവർ ടങ് ഹാസ് മട്ടേർഡ് പെർവേഴ്സിറ്റി. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റുവാൻ മനസ്സില്ലാതെ ദൈവം പ്രാർത്ഥന കേൾക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് നിരക്കുന്നതല്ല. നീതിമാനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവമക്കളെ പ്രാർത്ഥിക്കുന്നതാണ്. ഇവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യമാണ്, കൺഫസ് വൺ എന്നതാണ്. നമ്മൾ ഏതെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയത്തിൽ ഈ പാവങ്ങളൊക്കെ വെച്ച ശേഷം ഇവൻ ശരിയല്ല അവൻ ശരിയല്ല എന്നൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കുകയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കൺഫസ് വൺ അനദർ തിങ്സ് ഇഫ് ദർ ഇസ് എനി, അങ്ങോട്ടോ ഇങ്ങോട്ടോ പിണക്കോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റു പറഞ്ഞ് സെറ്റിൽ ചെയ്ത്, പരസ്യമായിട്ട് ഏറ്റു പറയുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏറ്റു പറഞ്ഞതിന് ശേഷം പ്രേ ഫോർ വൺ അനദർ, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ദാറ്റ് യു മേ ബി ഹീൽഡ്. കെൻ യു പ്ലീസ് അടുക്കറിയിരുന്നേ. ദ എഫക്റ്റീവ് ഫെർവെന്റ് പ്രയർ ഓഫ് എ റൈച്ചസ് മാൻ അവെയിൽസ് മച്ച്. എഫക്റ്റീവ് ആൻഡ് എ ഫെർവെന്റ് പ്രയർ, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. സി ഇറ്റ്സ് മേ ബി somebody will say it is not my cup of tea. It is not talking about how long are you praying. It says how fervent is your prayer. How it says effective and a fervent prayer. നമുക്ക് ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ എഫക്റ്റീവാണോ? കർത്താവിൻ്റെ അടുക്ക് ചെന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ അവിടെ ഇരുന്ന് ഉറങ്ങാം, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയാം. എഫക്റ്റീവാണോ? അല്ല. പക്ഷേ എഫക്റ്റീവായിട്ട് ഫെർവൻ്റായിട്ട് ദൈവസന്നിധി കർത്താവെ, അതെപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ മുമ്പിൽ നമ്മൾ ദൈവസന്നിധി, നമ്മുടെ കുഞ്ഞാശുപത്രിയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ICUവിലായിരിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. ദാറ്റ്സ് വെയർ വി ടോക്കിംഗ് അബൌട്ട് റിയൽ ഫെർവൻസി. അപ്പം
ഓരോ ആവശ്യങ്ങളും നമ്മൾ ആ നിലയിലാണ് കാര്യങ്ങളായിട്ട് കൊണ്ട് ദൈവസന്നിധി ചെല്ലുന്നത്. അപ്പോഴും ദൈവം പറയാണ്, ദൈവത്തിൻ്റെ അടുക്ക് ചെന്ന് ഓരോ കാര്യങ്ങളും പറയുന്നത്, ലോർഡ് സേസ് ഐ ആം എ പേഴ്സൺ, ഇഫ് യു ആസ്ക് മീ ഐ വിൽ ഗിവ് യു. ചോദിക്കുന്ന കാര്യം തരുന്നൊരു ദൈവമാണ്. പക്ഷെ ഞാൻ തരാതിരിക്കുന്നുവെങ്കിൽ, ഞാൻ ചില കാര്യത്തിന് മറുപടി തരാതിരിക്കുന്നുവെങ്കിൽ, there must be a reason. Praise God. This is my normal nature. That is God's word. It's not what I am saying. ഞാൻ പറയുന്നൊരു കാര്യമല്ല, ദൈവവചനം പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്നിട്ട് യാക്കോബ് ചെയ്യുന്നൊരു കാര്യം, ലോകത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനെ അടുത്തായിട്ട് എക്സാമ്പിൾ പറയാണ്. അദ്ദേഹം പറയാണ്, ഏലിയാവ് നമുക്ക്, അടുത്ത വാക്യം വേഴ്സ് 17, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഇവിടെ നമ്മൾ കാണുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് എൻ ഓർഡിനറി പേഴ്സൺ ലൈക്ക് അസ്. ഈസ് നോട്ട് ലൈക്ക് എ സ്പെഷ്യൽ പേഴ്സൺ. നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യൻ, ഓർഡിനറി പേഴ്സൺ ലൈക്ക് അസ്. ആ വ്യക്തി ദൈവസന്നിധിയിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മൾ 1 രാജാക്കന്മാർ 17-ാമത്തെ അധ്യായത്തിലാണ് ഈ ഏലിയാവിൻ്റെ ഈ പർട്ടിക്കുലർ, അവിടെ പ്രാർത്ഥിക്കുന്നതിനെ പറ്റി അദ്ദേഹം പ്രാർത്ഥിച്ചെന്നോ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. പറയുന്നത് മനസ്സിലാവുന്നതോ? വേണമെങ്കിൽ വായിച്ചു നോക്കി. ഒന്ന് രാജാക്കന്മാർ, 1 Kings chapter 17, 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണേ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അവിടെ പ്രാർത്ഥിച്ചെന്ന് ഒന്നും അവിടെ പറയുന്നില്ല. പക്ഷേ യാക്കോബ് രേഖപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, അങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിന് മുമ്പ് യാക്കോബ് പറയുകയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഹി പ്രേയ്ഡ് ഏർണസ്റ്റ്ലി that it would not rain, and it did not rain on the land for 3 years and 6 months. Praise God. ഏലിയാവ് ദൈവസന്നിധി ചെന്ന് പറഞ്ഞു, കർത്താവേ ഇങ്ങനെ എനിക്ക് കാര്യങ്ങൾ ചെയ്യണം. The Lord said okay. Praise God. Praise the Lord. അപ്പം എന്നിട്ട് അടുത്തത് നമ്മൾ കാണുന്നത് ഏലിയാവിനോട് പറയുന്നു, ഇനി നീ പറയാണ്, നീ ചെന്നിട്ട് അഹാബിനടുക്ക് ചെന്ന് പറയാനായിട്ട് പറഞ്ഞു, അങ്ങോട്ട് പറയുന്ന ഒരു സാധനമുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗോസ് ഇൻ എ പ്രെയർ കോൺവെർസേഷൻ വിത്ത് ഗോഡ്. സമസ്വഭാവമുള്ള മനുഷ്യൻ പ്രേയർ. അടുത്തതായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, 18-ാമത്തെ വാക്യത്തിൽ, ഈ പ്രേയ്ഡ് അഗെയിൻ. ആ പ്രേയ്ഡ് അഗെയിൻ എന്ന് പറയുന്നത് 1 Kings chapter 19 അവിടെ നമ്മൾ കാണുമ്പോൾ ഏലിയാവ് മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ മഴയൊന്നും പെയ്തില്ല. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? Chapter 18:41, 18:41. Go up and eat and drink, and for there is the sound of abundance of rain. So Ahab went up to eat and drink, and Elijah went up to the top of Carmel. Then he bowed down on the ground and put his face between his knees and said to his servant, go up now and look towards the sea. So he went up and looked, and he said, there is nothing. And 7 times he said, go again. How many times? 7 times. ഇച്ചിരി മുമ്പ് തീ ഇറക്കാൻ നേരത്ത് എത്ര നേരം പ്രാർത്ഥിച്ചു? അന്നേരം ഇത്രയൊന്നും പ്രാർത്ഥിക്കേണ്ട വന്നില്ല. So it doesn't matter about how many times we have to ask God. It is not about the time. The Lord is molding us. അവിടെ എലിയാവ് അവിടെ നിന്ന് അദ്ദേഹം തൻ്റെ തലയെ കാലിന് നടുക്ക് knee down and he is praying to the Lord earnestly. Lord, now send the rain to prove yourself. ഏലിയാവിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയൊന്നുമല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അദ്ദേഹം ചെയ്യുന്നതായിട്ട് കാണുന്നു. പ്രിയ സാരങ്ങളെ, ഇറ്റ്സ് ഗിവിങ് യു എസ് എ ഗ്ലിംസ് ഹൗ ദ അപ്പോസ്റ്റൽസ് വാസ് പ്രേയിങ്. എങ്ങനെയാണ് ഈ അപ്പോസ്റ്റലന്മാരുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരുന്നു? അവർ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്താഗതികൾ? അപ്പോസ്റ്റലനായ പൗലോസ് എഫെസർക്ക് ലേഖനം 1-ാം അധ്യായത്തിൽ സ്വരങ്ങളോട് പറയാണ്, നിങ്ങൾ ഇന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ, അവർ പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരോട് പറയുന്നത് ഇന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവിടെ പറയുന്ന 1:17, ദൈവവും മഹത്വമുള്ള പിതാവുമായുള്ളവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ച് പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും, അവൻ്റെ ബലത്തിന് വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ
വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന അദ്ദേഹം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, വളരെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നെങ്കിലും ചുരുക്കത്തിൽ പറഞ്ഞാൽ, നോ ഹൗ ഗ്രേറ്റ് ഈസ് യുവർ ഗോഡ്. നോ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവം എത്ര പവർഫുൾ ആണെന്നും ദൈവം എത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ റെഡിയാണെന്നും ദൈവം നിങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കുമെന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്തുവാണെന്നും ഒക്കെ മനസ്സിലാക്കുവാൻ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രയർ റിക്വസ്റ്റുകൾ നമ്മൾ എടുത്ത് നോക്കുക. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് നോക്കുക. കർത്താവേ, വാട്ട് ആം ഐ പ്രേയിങ് ഫോർ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്ത് വേണേലും ദൈവസന്നിധിയിൽ ചെന്ന് ചോദിക്കാം. ദർ ഇസ് നോ പ്രോബ്ലം. എന്ത് വേണേലും ചോദിക്കാം. പക്ഷേ ആസ് യു ഗ്രോ അപ്പ്, നിങ്ങൾ കർത്താവിനോട് കൂടെ നടക്കുന്നതനുസരിച്ച് നിങ്ങളുടെ പ്രയർ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ the more and more it should be, Lord, let my eyes be opened so that I can see you more clearly, your ways more clearly. നിൻ്റെ വഴികളെ മനസ്സിലാക്കുവാൻ, നമ്മൾ വായിച്ച സങ്കീർത്തനം പോലെ, നിൻ്റെ വഴികളെ മനസ്സിലാക്കുവാൻ ദൈവമേ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, നിൻ്റെ ഇഷ്ടമാണോ ഞാൻ ചെയ്യുന്നത്? അത് മനസ്സിലാക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. I'll tell you, the Lord's promise is always for us. പക്ഷേ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം കർത്താവിൻ്റെ അടുക്കിലോട്ട് അടുത്ത് വന്നു. കർത്താവേ, I want to know you as somebody who is immediate to me, not somebody very far away. ചിലരെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്നത് മില്യൻസ് ഓഫ് മൈൽസിനപ്പുറത്തുള്ളതാണ്. ചിലരെ സംബന്ധിച്ച് ഇറ്റ്സ് കർത്താവ് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. കർത്താവിൻ്റെ വാഗ്ദത്തം ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് ഉള്ളിൽ നൽകി, നമ്മുടെ കൂടെ നടന്ന്, നമ്മുടെ ഓഫീസിൽ വന്ന്, നമ്മുടെ കൂടെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് സംസാരിക്കാനായിട്ടും, ലൈക്ക് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് യോഴ്സ്, ടോക്കിംഗ് ടു ഹിം and then answering, hearing from him and walking with him. Isn't it what the Lord is asking us? പോകെ നമ്മുടെ കണ്ണി കാണുന്ന എന്തിനു വേണ്ടിയല്ല നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ പിന്നെ പോയി ചോദിക്കുമ്പോൾ ട്യൂൺഡ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ, അവൻ്റെ ഇഷ്ടപ്രകാരം ചോദിച്ചിട്ട് പറയാം, Lord, I don't care whether you give me this or that. ഞാൻ മീറ്റിങ്ങിന് വരുന്നത് ചിലർ പറയും, ഇത് ഞാൻ എനിക്ക് ഉത്തരം തന്നില്ല, ഞാൻ ഇനിയും തൊട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയില്ല. ഇറ്റ്സ് ചൈൽഡിഷ്. ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് വി സേ, അപ്പൻ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇനി അപ്പനോട് മിണ്ടത്തില്ല. അപ്പനും മോനുമായിട്ടുള്ള ബന്ധം ഈ ഐസ്ക്രീമിലാണോ ഇരിക്കണേ? പക്ഷെ കൊച്ചിനെ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. വി ആർ വെരി ചൈൽഡിഷ്. പക്ഷേ ലെറ്റ് us ഗ്രോ അപ്പ്. കർത്താവെ എന്നെ സഹായിക്കണം. നോട്ട് മൈ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ മൈ ജോബ് ഓർ ഓൺ മൈ വിസ ഓർ ഓൺ മാരേജ്. നോ, ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. ഹി ഗേവ് ഹിസ് സൺ ഫോർ മീ. അവൻ്റെ മകനെ എനിക്ക് വേണ്ടി തന്നു. കർത്താവ് ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കർത്താവിൻ്റെ മകനാണ്, മകളാണ് ഞാൻ. ആ ബന്ധം നിശ്ചയിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു ചെറിയൊരു പ്രയർ റിക്വസ്റ്റിൻ്റെ മേളിലല്ല. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ അബാൻഡൻ ചെയ്തേച്ച് പോകുന്ന ഒരു ദൈവമല്ല നമ്മളുടെ ദൈവം. നമ്മുടെ ദൈവം നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ വാക്യങ്ങളൊക്കെ എടുത്തു, റോമർ 8 നമ്മൾ ഒടുവിലെടുത്തു. ഇതിനകത്തൂടെയൊക്കെയും ടു ബി മോർ ദാൻ കോൺകറേഴ്സ് ആയിരിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ, ഈ ഒരു വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പിന്നെയും വരുമായിരുന്നു. ലോർഡ്, ഗോഡ് ഈസ് നോട്ട് വെരി ഫാർ. ലെറ്റ്സ് ഹാവ് ദ ഫെയ്ത്ത്, ലെറ്റ്സ് ഹാവ് ദ ട്രസ്റ്റ് ഇൻ അവർ ലോർഡ് ജീസസ്. കർത്താവേ, നീ പ്രാർത്ഥന കേൾക്കാത്തൊരു ദൈവമല്ല. പ്രാർത്ഥനകൾ ചോദിച്ചിട്ടും ഒരിക്കലും തരാത്ത ഒരു പിതാവല്ല നമ്മുടെ പിതാവ്. നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ ചോദിക്കുന്നതിന് ഉത്തമവണ്ണം മറുപടി നൽകുകയും ഇനിയും ഏതെങ്കിലും റീസണിൽ താമസിപ്പിക്കുന്നുവെങ്കിൽ ദർ ഇസ് വാലിഡ് ക്ലിയർ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അല്ലാതെ ഒരിക്കലും തമ്പുരാൻ്റെ ഫയലുകൾ, ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ, നമ്മുടെ ദൈവം ഒരു PWD ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുമല്ല. ഈ ക്ലിയേഴ്സ് ഹിസ് ഫയൽ ഇമ്മീഡിയറ്റ്ലി. കർത്താവ് അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.